നോട്ട് ബുക്കുകൾ പെൻസിൽ തേങ്ങ വാട്ടർ ബോട്ടിൽ കളർ പെൻസിൽ എല്ലാം സോട്ടിലുണ്ട് എല്ലാം സോട്ടിലുണ്ട് വാട്ടിലേക്ക് പോകാം വാട്ടിലേക്ക് പോകാം പുത്തൻ കുടകൾ ബാഗുകൾ നോട്ട്ബുക്കുകൾ തുടങ്ങി എല്ലാം സോൾട്ടിലുണ്ട്. ദ സോൾട്ട് ഹൈപ്പർ മാർക്കറ്റ്, ചുള്ളിക്കൽ, കൊച്ചി. സ്മാർട്ട് സിറ്റി മിഷൻ പദ്ധതിയിൽ പൂർത്തീകരിച്ച കൽവത്തി ഹയർ സെക്കൻഡറി സ്കൂൾ, കോഞ്ചേരി പാലം, കൽവത്തി സ്മാർട്ട് റോഡ് നാടിന് സമർപ്പിച്ചു. സ്മാർട്ട് സിറ്റി മിഷൻ പദ്ധതിയിൽ പൂർത്തീകരിച്ച കൽവത്തി ഹയർ സെക്കൻഡറി സ്കൂൾ, കോഞ്ചേരി പാലം, കൽവത്തി സ്മാർട്ട് റോഡ് എന്നിവ നാടിന് സമർപ്പിച്ചു. കൽവത്തി ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. സാധാരണ ഇത്രയും വലിയ പദ്ധതികളല്ലാത്തത് വലുത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ വലിയ ജനകീയ പങ്കാളിത്തത്തോടെ ഉദ്ഘാടനം ചെയ്യുന്നതാണ് കണ്ടിട്ടുള്ളത്. അങ്ങനെ അല്ലാത്തൊരു അനുഭവം ആദ്യമായിട്ട് കണ്ടതുകൊണ്ട് പറഞ്ഞതാണ്. ഇനിയും കുറെ ഉദ്ഘാടനം ചെയ്യാനുണ്ട്. ഇപ്പോ ദുരുത്തി ടവർ, ഫോർട്ട് കൊച്ചി ഹോസ്പിറ്റൽ, മട്ടാഞ്ചേരി ഹോസ്പിറ്റൽ, മേയർ കുറെ കാര്യങ്ങൾ ഇവിടെ എണ്ണി പറഞ്ഞു, CEO പറഞ്ഞു. അതുപോലെ തന്നെ മട്ടാഞ്ചേരി പാർക്ക്, 80 കോടി രൂപയുടെ റോഡുകൾ സ്മാർട്ട് സിറ്റിയിൽ കൊച്ചി നഗരത്തിൽ പണി പൂർത്തിയാക്കിയിട്ടുണ്ട്. 80 കോടി രൂപയുടെ റോഡുകൾ മാത്രം, അതെല്ലാം ഉദ്ഘാടനം ചെയ്യാനുള്ളതാണ്. സ്മാർട്ട് LED 40 കോടിയാണ്. നഗരം മുഴുവൻ സ്മാർട്ട് LED ലൈറ്റുകൾ സ്ഥാപിക്കുന്നത്. സ്മാർട്ട് പാർക്കിംഗ്, ഫ്ലോട്ടിംഗ് ജെട്ടി, അമരാവതി സ്മാർട്ട് റോഡ്, അത് മാത്രം 5 കോടി രൂപയുടേതാണ്. ക്യൂൻസ് വാൾവേ വാക്ക്വേ, അത് എല്ലാം കൂടി 89 കോടി രൂപയുടെ പദ്ധതിയാണ്. ഒരു 10 പദ്ധതികൾ കൂടി അടുത്ത 6 മാസത്തിനുള്ളിൽ പൂർത്തിയാവാൻ ഉള്ളതുണ്ട്. ഇത്രയും പദ്ധതികൾ സ്മാർട്ട് സിറ്റിക്ക് കീഴിൽ ഗംഭീരമായിട്ടിവിടെ നടന്നിട്ടുണ്ട്. സ്മാർട്ട് സിറ്റി കൊച്ചി നഗരത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന നിലയിലാണ് സ്മാർട്ട് സിറ്റി പദ്ധതി. കൊച്ചി നഗരസഭാ മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ അധ്യക്ഷനായി. ഹൈബിയുടെ MP, KJ മാക്സി MLA, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെ TK അഷ്റഫ്, VA ശ്രീജിത്ത്, നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ആന്റണി കുരിത്തറ, ഷാജി വി നായർ എന്നിവർ സംസാരിച്ചു. മിഷൻ പദ്ധതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു മേഖല നമ്മുടെ ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി, റിയാദിനെപ്പോഴാണ് കാണുന്നത്. എൻ്റെ കണ്ണിൻ്റെ കാഴ്ചശക്തി കുറവാണെന്നറിയാം. ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി പ്രദേശങ്ങൾ ബെനഡിക്ട് ഫെർണാണ്ടസിനെ വിട്ടുപോയി. ഇങ്ങനെ ഓരോരുത്തർ അവിടെ നിൽക്കുമ്പോഴാണ് ഓർക്കുന്നത്. ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി പ്രദേശങ്ങളിലാണ് നമ്മുടെ വികസന പ്രവർത്തനങ്ങളിൽ സ്മാർട്ട് സിറ്റി മിഷന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം നടന്നിട്ടുണ്ട്. അതിന് കാരണം ഇവിടുത്തെ 5 ഡിവിഷനുകൾ ABD ഏരിയയിൽ ഉൾപ്പെട്ട് വന്നതുകൊണ്ടാണ്. എറണാകുളത്തെ 2 ഡിവിഷനുകൾ മാത്രമാണ് ABD ഏരിയയിൽ വന്നിട്ടുള്ളത്. സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ കുറച്ച് പ്രയാസങ്ങൾ, പ്രത്യേകിച്ച് ഞാൻ മേയറായി വരുമ്പോൾ മിക്കവാറും എല്ലാ പദ്ധതികളും സ്തംഭനാവസ്ഥയിലായിരുന്നു. അക്കാലത്ത് ഏറ്റവും കൂടുതൽ പ്രതികരിച്ചതും ഞാനുമായി ബന്ധപ്പെട്ട് മീറ്റിങ്ങുകൾ വിളിച്ചു ചേർക്കാൻ മുന്നിട്ടിറങ്ങുകയും ചെയ്ത ഒരാളാണ് നമ്മുടെ കൊച്ചിയുടെ ജനകീയ MLA ശ്രീ KJ മാക്സി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ബഹുമാനായ MP-യും പല ഘട്ടങ്ങളിലും സ്മാർട്ട് സിറ്റി പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ഈ മേഖലയിൽ വരുന്ന പ്രവർത്തനങ്ങൾ, അതിലുണ്ടാകുന്ന തടസ്സങ്ങൾ ഒക്കെ പലപ്പോഴായി ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഞങ്ങളുടെ കൗൺസിലിലുമൊക്കെ ഇങ്ങനെ ഒരു വികാരം ഉണ്ടായിരുന്നു. അതുകൊണ്ടൊരു പ്രസംഗം കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കൊച്ചി സ്മാർട്ട് സിറ്റി മിഷൻ ലിമിറ്റഡ് അതിൻ്റെ ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളായി രൂപീകൃതമായി 2015 അംഗീകരിക്കപ്പെട്ട ഈ പദ്ധതി ഒരു കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയാണ്. ആ പദ്ധതിയിൽ ബഹുമാന്യനായ മന്ത്രി പറഞ്ഞതുപോലെ തന്നെ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ സംയോജിതമായ പണത്തിൻ്റെ വിഹിതം നൽകിക്കൊണ്ടാണ് ഈ പദ്ധതി മുന്നോട്ട് പോകുന്നത്. അവിടെ ഒരുപാട് വെല്ലുവിളികൾ പ്രാദേശികമായിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, ഒരു സിവറേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഞാൻ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അത് ആയിരുന്നു ഇവിടെ 166 കോടി രൂപയുടെ ഒരു പദ്ധതി. അത് പ്രാവർത്തികമാകാതെ വന്ന സാഹചര്യത്തിലാണ് മറ്റ് കൽവത്തി സ്കൂള് പോലെ മറ്റൊരുപാട് പദ്ധതികൾക്ക് റോറോ സർവീസ് പോലെ പശ്ചിമ കൊച്ചിയിലെ ജനങ്ങൾക്ക് തന്നെ പ്രയോജനകരമായി ഇത് മാറിയത്. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.